അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾക്ക് 2 വീഡിയോ കാണിക്കാനുണ്ട്. അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിൻ്റെ വീടായ പള്ളികളോടുള്ള ബഹുമാനമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇത് മനസ്സിലാകും. ഇവിടെ നമ്മൾ ആദ്യമായി കാണിക്കുന്നത് ഭീമാ പള്ളിയിൽ അവിടെ ഉറൂസ് നടക്കുന്ന, ഉറൂസിൻ്റെ പേരിൽ എന്താണ് അവിടെ നടക്കുന്നത്, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മതി. ഞാൻ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം അതിനെ കാണുക ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ളവരെ, കണ്ടല്ലോ നിങ്ങൾ ഉറൂസിൻ്റെ പേരിൽ എന്താണവർ കാട്ടിക്കൂട്ടുന്നത്. ഇത് ഏത് വിഭാഗത്തിൻ്റെ, ഏത് ജനതയുടെ ആചാരമാണ്? അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അള്ളാഹുവിനെ വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന ഇസ്ലാമിനെ നമ്മൾ പിൻപറ്റി അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബഹുമാനമുള്ള, ഇതെല്ലാം അറിയുന്നവർക്ക് മാത്രമാണ് ഇതിനെ മനസ്സിലാകാൻ പറ്റും. അതല്ലെങ്കിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഈ കാര്യങ്ങളെ നടത്തുന്ന, ഈ കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രി ശ്രമിച്ച് ഇതുപോലെയുള്ള വളരെ ശിർക്കായ അധപ്പതനത്തിലേക്ക് എത്തിയതായിരിക്കുന്ന രീതിയിലുള്ള ഉത്സവം, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്നവർക്ക്, അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നവർക്ക് ഇത് നമ്മളിൽ പെട്ടതല്ല. നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ദീനല്ല എന്ന് നല്ല ഉറപ്പിച്ച്, നല്ല രീതിയിൽ നമുക്ക് ഉറപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന നമ്മളെല്ലാവരും ഒന്നാകേണ്ടതുമുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്, ഇത്തരം ഉറൂസുകൾ, ഇത്തരം ഉത്സവങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി അവരെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, അവരെ ദൂരീകരിക്കേണ്ടതാണ്, അവരെ അകറ്റി നിർത്തേണ്ടതാണ്. ഒരു വിധത്തിലുള്ള ബഹുമാനം ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ രണ്ടാമത് നിങ്ങൾ ഒരു വീഡിയോ കാണാനും കേൾക്കാനുമുണ്ട്. അത് കണ്ടതിന് ശേഷം അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും മമ്പുറം തങ്ങൾ ഉൾപ്പെടെ മറ്റ് മതവിഭാഗങ്ങളുമായി സൗഹൃദം നിലനിർത്തിയതാണ് നമ്മുടെ പാരമ്പര്യമെന്നും കാന്തപുരം പറഞ്ഞു. അത് കോൺഗ്രസ്സുകാർ പറയട്ടെ. ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ടാകും. മറ്റ് സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല. അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും
നടന്നു വരുന്നതാണ്. അതിന് യാതൊരു തടസ്സവും ഇന്നുവരെ ആരും പറഞ്ഞിട്ടുമില്ല. ഇതും ആദ്യം പറഞ്ഞതിന് നല്ല ടാലിയാണ്. അള്ളാഹുവിൻ്റെ പള്ളിനെ ബഹുമാനിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ പള്ളിനെ ബഹുമാനിക്കുന്നവർക്ക് അതുപോലെയുള്ള ഉത്സവത്തിന് സപ്പോർട്ട് ചെയ്യാനും പറ്റുകയില്ല. അതുപോലെ ഇവിടെ അള്ളാഹുവിൻ്റെ പള്ളി എന്ന് ബഹുമാനിക്കുന്ന ബാബരി പള്ളിയെ തകർത്ത് അവിടെ ഉണ്ടാക്കിയതായിരിക്കുന്ന അവിടുത്തെ അമ്പലം, അവിടെ പണിഞ്ഞതായിരിക്കുന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് പോകുന്ന വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട എന്ന് പറയണോ വേണ്ടിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അദ്ദേഹം അവിടത്തേക്ക് പോകുന്ന കാര്യത്തിന് നല്ലതായിരിക്കുന്ന രീതിയിൽ അതിനെ കോൺഗ്രസ് പാർട്ടിയും അതിനെ പോകാനുള്ള എന്താണ് നിലപാട് പറയണമെന്നും അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിന് നമ്മുടെ ഇസ്ലാമിൽ തടസ്സമില്ല എന്നും പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് ബാബരി പള്ളി പൊളിച്ചതിൻ്റെ ഓർമ്മയുണ്ടോ, അതല്ല വയസ്സ് കൂടിയതുകൊണ്ടു വയോവൃദ്ധനായതുകൊണ്ടു എല്ലാം മറന്നാലും അടുത്തുള്ള പേരോട് ഉസ്താദിനെ പോലത്തെ ആൾക്കാർ എങ്കിലും ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഇത് സാധാരണ ക്ഷേത്രമല്ല. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഇതിൻ്റെതായിരിക്കുന്ന ഖേദമുണ്ട്, ഇതിൻ്റെതായിരിക്കുന്ന വിഷമമുണ്ട്, ഇതിൻ്റെതായിരിക്കുന്ന അഭിമാനം തകർന്നിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം ഓർമ്മിക്കാതെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല. അവരുടെ ഉത്സവത്തിലോ അവരുടേതായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലോ നമുക്ക് പോകാമെന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയാൻ കാരണം ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലും ഉറൂസിൻ്റെ പേരിൽ നിങ്ങൾ കണ്ടല്ലോ. ആദ്യം ഇതുപോലെയുള്ള കാട്ടുകൂട്ടൽ അവിടെ ഭീമപ്പള്ളി, അവിടെ മാത്രമല്ല ഒരുപാട് മഖാമുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള അനവധി അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ടും കാണാത്ത രീതിയിലാണ് ഇവർ നടിക്കുന്നത്. ഇസ്ലാമിൻ്റെ യാതൊരു അടയാളവുമില്ലാത്ത കാര്യങ്ങളാണ് ഇത്. ഇത്ര കാര്യങ്ങൾ നമ്മൾക്ക് അനുവദിച്ച് കൊടുക്കാൻ പറ്റുകയില്ല. ഇവന്മാരെ ഒരു വിധത്തിലും ആരും സഹായിക്കേണ്ട ആവശ്യവുമില്ല. ഇവർ ചെയ്യുന്നത് എല്ലാം ഇസ്ലാമിന് വിരോധങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കി കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.